ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, സ്ഥാപനത്തിലെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഈ ലൈറ്റൊന്ന് തിരിച്ചാൽ മതി, ഗ്ലാസ്സിലേക്ക് വരുമ്പോഴേ. നിങ്ങളെ വിവിധ കലാപരിപാടികൾ നടക്കാനുണ്ടായിരിക്കും. നടന്നു കഴിഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറെ പാട്ടും പ്രസംഗവും ഡിബേറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറഞ്ഞ സമയം മാത്രം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അവൾ ചായ പിടിച്ചോ? ഇല്ലേ, ചായ പിടിച്ചിട്ടില്ലേ? എപ്പോഴാണ് ചായ പിടിക്കുക? എല്ലാ ദിവസവും 8:30 ചായ പിടിക്കണം? എന്തിനാ എല്ലാ ദിവസവും 8:30 മരുന്ന് കുടിക്കണ പോലെ ചായ പിടിക്കണം? ഉറക്കെ പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിക്കണം. കേൾക്കുന്നില്ലേ? ഭക്ഷണം ദഹിക്കണമെങ്കിൽ 8:30 കഴിക്കണം. 9:30 പ്രയാസമാവും. ഉച്ചഭക്ഷണം എപ്പോഴാണ് കഴിക്കുക? നിങ്ങൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ആരോഗ്യത്തിനോ? എന്തിനാ ആരോഗ്യം? ആരോഗ്യം എന്തിനാ? പഠിക്കാനോ? എന്തിനാ പഠിക്കണത്? എന്തിനാ ജീവിക്കണത്? എല്ലാത്തിനും നിങ്ങൾ അതിൽ ഉത്തരമുണ്ട് അല്ലേ? എല്ലാറ്റിനും നിങ്ങൾ അതിൽ ഉത്തരമുണ്ട്. ഭക്ഷണം കഴിക്കണം, അത് സമയത്തിന് കഴിക്കണം, ദഹിക്കുന്ന ഭക്ഷണം കഴിക്കണം, ആരോഗ്യം നിലനിർത്തണം. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതിനൊക്കെ ഉത്തരങ്ങളായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കുമ്പം നമ്മളിലൊരു വളർച്ച ഉണ്ടാവും. എന്ത് വളർച്ച ഉണ്ടാകുക? നമ്മുടെ ശരീരമൊക്കെ വളരും. ഞാനൊക്കെ വയറൊക്കെ ചാടി വലിയ ആളായിന് അല്ലേ? ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. ഈ വയറ് ചാടിയിട്ടേ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ അതിൻ്റെ ഒരു വളർച്ച ഉണ്ടായിരിക്കും. ഉണ്ടാവില്ലേ? നല്ലോണം കഴിച്ചിരിക്കുകയാണെങ്കിൽ വയറ് അത്യാവശ്യം എന്ത് ചെയ്തു വികസിക്കും. നമ്മൾ വലിയ തടിയനായി മാറും. അങ്ങനെയൊക്കെ ആയി മാറാൻ പറ്റും നന്നായി ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ വളർന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഒരു മനുഷ്യന്? വലിയ തടിയൊക്കെ വെച്ച് വയറൊക്കെ ചാടി വലിയൊരാളായിട്ട് വലിയ ഗുണങ്ങളുണ്ടോ? ഗുണങ്ങളില്ല. പിന്നെ ഭക്ഷണം എന്തിനുള്ളതാണ്? നമ്മൾ ആരോഗ്യം നിലനിർത്താൻ, ശരീരം അതിലെ ആരോഗ്യത്തോടെ നിലനിർത്താൻ, പഠിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ, നമുക്ക് എണീറ്റ് നടക്കാൻ, ഇതിനൊക്കെ പറ്റുന്ന വിധത്തിലേക്ക് ശരീരത്തെ പാകപ്പെടുത്തണം. ഇത് വളരെ പ്രധാനമാണ്. ആണോ അല്ലേ? അപ്പം ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം വളരേണ്ട ഒന്നുകൂടി ഉണ്ട്. അതെന്താ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വളരേണ്ട ഒന്നുകൂടി ഉണ്ട്. അതെന്തായിരിക്കും? ആരോ പറഞ്ഞു? ആരോ പറയുന്നുണ്ട്? ബുദ്ധി അല്ലേ? വെരി ഗുഡ്, ബുദ്ധിയാണ്. ആ ബുദ്ധി വളരാതെ ശരീരം മാത്രം ഇങ്ങനെ വളർന്നാലോ നമ്മളയാളെ കുറിച്ച് എന്താ പറയുക? അതെനിക്കറിയില്ല. നിങ്ങളെന്തോ ചില പേരുകൾ കൊണ്ട് നിങ്ങളയാളെ സംബോധന ചെയ്യുന്നുണ്ടല്ലേ? എന്തായാലും വേണ്ടിയില്ല. ശരീരം വളരുന്നു, ബുദ്ധി വളരാതിരിക്കുന്നു എന്നത് ഒരു വലിയൊരു കുറവായി വിലയിരുത്തപ്പെടും. അപ്പം ശരീരത്തെ പോലെ ആര് വളരണം? ബുദ്ധി വളരണം, നമ്മുടെ മനസ്സ് വളരണം, നമ്മളിൽ വികാസം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരം വളരണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം അല്ലേ, ഉച്ചഭക്ഷണം വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. മനസ്സ് വളരണമെങ്കിൽ, ബുദ്ധി വളരണമെങ്കിൽ എന്താണ് വേണ്ടത്? ടോണിക് കുടിച്ചാൽ മതിയാ? പിന്നെന്താ? അറിവ് അല്ലേ? അറിവാണോ അറിവാണോ? അറിവ്. അറിവ് എന്തിനുള്ളതാണ്? നമ്മൾ തടി വളരാനുള്ള കേട്ടോ. അറിവോ? അത് നമ്മളെ ബുദ്ധിയുടെയും
മനസ്സിൻ്റെയും വികാസത്തിന് വളർച്ചയ്ക്കുള്ള ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് ശരിക്കും എഡ്യൂക്കേഷൻ, നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ എഡ്യൂക്കേഷൻ എന്നല്ലേ പറയാം? ആണോ? ആണോ? എന്താണ് എഡ്യൂക്കേഷൻ ഉള്ളതിൻ്റെ മീനിങ് എന്താ? വിദ്യാഭ്യാസം. ശരിക്കും ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത് എജൂക്കോ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണത്രേ. എജൂക്കോ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിക്കുന്നത്. എജൂക്കോ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ താല്പര്യം ബ്രിങ് ഔട്ട് യുവർ എബിലിറ്റി എന്നാണ്. ബ്രിങ് ഔട്ട് യുവർ എബിലിറ്റി. എന്താണ് പറഞ്ഞ? ആര് പറഞ്ഞു? നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് വ്യക്തമാകുന്നില്ല. നിങ്ങളുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക, വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കഴിവെന്താണ്? നിങ്ങളുടെ കഴിവെന്താണ്? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വ്യത്യസ്ത കഴിവുണ്ടാവും. നന്നായി പാടാൻ കഴിയുന്നവരുണ്ടോ? ഉണ്ട്. എല്ലാവരും ഓനെ നോക്കല്ലിട്ടോ, ഓനെ ആകെ അസ്വസ്ഥനാവും. നന്നായി പ്രസംഗിക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ എന്നല്ല, ഉണ്ടോ എന്നല്ല, പ്രസംഗിക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ട്. നന്നായി തിന്നാൻ പറ്റുന്നവരുണ്ടോ? തീറ്റ മത്സരത്തിനൊക്കെ പങ്കെടുത്താൽ 1ാം സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ളവർ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? എസ് ഓർണോ? ഉറക്കെ പറയണേ. എസ് ഓർണോ? ഉണ്ട് അല്ലേ? തീറ്റ മത്സരത്തിന് കൂടി നമുക്കൊരു ലാഭം എന്താ വെച്ചാൽ നഷ്ടം ഉണ്ടാവില്ല. കാരണം ഉള്ള സമയം കൊണ്ട് എത്രയും തിന്നുക എന്നുള്ളതൊരു ലാഭം തന്നെയാണല്ലോ. തോറ്റാലും നഷ്ടം സംഭവിക്കില്ല. അതായത് 1500 മീറ്റർ ഓട്ട മത്സരത്തിനൊക്കെ ഓടിയിട്ട് തോറ്റാൽ നഷ്ടമായില്ലേ? പക്ഷെ തീറ്റ മത്സരത്തിന് 10 കോഴിമുട്ട കൊണ്ടുവച്ചിട്ട് തിന്നാൻ 10 മിനിറ്റ് കൊണ്ട് 10 കോഴിമുട്ട എന്ന് പറഞ്ഞാൽ 2 തിന്നാൻ തന്നെ മെച്ചല്ലേ അല്ലേ? അപ്പോൾ തീറ്റ മത്സരത്തിനാണ് എപ്പോഴും കൂടേണ്ടത് കേട്ടോ. അപ്പം നന്നായി തിന്നാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, നന്നായി കൂവി വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും. നന്നായി കൂക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഇല്ലേ? നന്നായി ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഉറക്കൊരു വലിയ കലയാണ്. ചില ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങിയാലൊന്നും ഉറക്കം വരില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ക്ലാസ്സിലൊക്കെ ഉറക്കം വരും. ഉറക്കൊരു വലിയ അനുഗ്രഹമല്ലോ, പഠിച്ചൊന്നും വലിയ ഞാമത്താണല്ലോ. എപ്പോഴും ഉറങ്ങുക. ചില ആൾക്കാർ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് അവിടെ കുത്തിരുന്ന് ഉറങ്ങും. മറ്റോ ഇവിടെ മുട്ടയാണ് പുറത്തു തിരിക്കുന്നുണ്ടാവും. ഓനൊരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഉറക്കം കിട്ടുന്ന ആൾക്കാർ, വ്യത്യസ്തമായ കഴിവുകളുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇല്ലേ? ഈ കഴിവുകളെല്ലാം കൂടി ചേർത്തതാണ് നിങ്ങളുടെ ഫെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫെസ്റ്റ്, നിങ്ങളെല്ലാ കഴിവുകളും ഒരുമിച്ച് ചേരുന്നതാണ് ഫെസ്റ്റ്. ഈ കഴിവുകളൊക്കെ എന്താണ് ശരിക്കും? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ബ്രിങ് ഔട്ട് യുവർ എബിലിറ്റി. നിങ്ങളുടെ കഴിവുകൾ അകത്തുണ്ട്. ഈ കഴിവുകളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. നന്നായി കൂവുന്ന ഒരാൾ സമൂഹത്തിൽ ഉണ്ടാകണ്ടേ? വേണ്ടേ? വേണ്ടേ? നന്നായി പാട്ടുപാടുന്ന ഒരാൾ വേണ്ടേ? വേണം. എല്ലാ തരം കഴിവുകളുള്ള വിവിധ സ്ട്രെങ്ത് ഉള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? സ്വരുക്കൂട്ടുന്നതാണ് ശരിക്കും സൊസൈറ്റി, സമൂഹം. ഈ കഴിവുകളൊക്കെ എന്ത് ചെയ്തു? ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് തന്ന കഴിവൊക്കെ നമുക്ക് ആര് തന്നതാ? ആരെന്നാ? പടച്ചോൻ തന്നതാണ് അല്ലേ? എല്ലാ കഴിവും പടച്ചോൻ തന്നതാണ്. അപ്പം ഈ കഴിവുകളൊക്കെ നമ്മൾ പടച്ചോൻ്റെ വഴിയിൽ തന്നെ അതിനെ ക്രമീകരിക്കണം. അപ്പോൾ പാടാൻ പറ്റുന്നയാൾ നല്ലതേ പാടാവൂ, ശരിയാണോ? പ്രസംഗിക്കാൻ പറ്റുന്ന ആൾ നല്ലതേ പ്രസംഗിക്കാവൂ അല്ലേ? എഴുതാൻ പറ്റുന്നയാൾ നല്ലതേ എഴുതാവൂ. ഖുറാനിലങ്ങല്ലേ പറഞ്ഞു ശരിക്കല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എന്താ ഇതിൻ്റെ അർത്ഥം? വായിക്കുക സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ നിന്ന്. അപ്പം എന്ത് വായിക്കുമ്പോൾ എന്ത് ചൊല്ലണോ? എന്ത് ചൊല്ലേണ്ടി വരും? ബിസ്മി ചൊല്ലി. അപ്പം ബിസ്മി ചൊല്ലി വായിക്കാൻ പറ്റുന്നതേ വായിക്കാവൂ. വേണ്ടാത്തൊരു സാധനം, ഇപ്പം മദ്യപിക്കുന്ന ഒരാൾ, കള്ളുകുടിക്കുന്ന ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്നെ കുടിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. വായിക്കുന്ന ഒരു സാധനം, വായിക്കാൻ പറ്റാത്ത സാധനം വായിക്കാൻ പാടില്ല. അപ്പം ബിസ്മി ചൊല്ലി വായിക്കാൻ പറ്റുന്നതേ വായിക്കാവൂ, ബിസ്മി ചൊല്ലി തിന്നാൻ പറ്റുന്നതേ തിന്നാവൂ. ഇതല്ലേ ശരി? അപ്പം നമുക്ക് എല്ലാം ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നതാണ്. നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്തു? പടച്ചോൻ്റെ വഴിയിൽ ക്രമീകരിക്കുക, വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അപ്പം നമ്മുടെ വിവിധ കഴിവുകളൊക്കെ മനസ്സിലാക്കി. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഈ വ്യത്യസ്തമായ കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം. കുറേ പഠിച്ചിട്ട് ഇപ്പം ഞങ്ങൾ പണ്ട് പഠിച്ചൊരു മാഷുണ്ടായി, ഞങ്ങളുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ചൊരു മാഷുണ്ടായി. ആ മാഷക്ക് എല്ലാ സർട്ടിഫിക്കറ്റ്, ദുന്യാവിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് ആ മാഷക്ക് എല്ലാം. പക്ഷേ മാഷ് ക്ലാസ് എടുത്ത ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആ മാഷ് ക്ലാസ് വന്ന കുട്ടികളൊക്കെ അയാൾ വരുന്നുണ്ട്, പഠിച്ചോ ഒന്നും മനസ്സിലാവില്ല, ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. ആ മാഷക്ക് ഇല്ലാത്ത ഇത് ക്വാളിഫിക്കേഷൻ ഇല്ല, എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. പക്ഷെ മാഷ് ക്ലാസ് എടുത്ത ആർക്കും മനസ്സിലാവില്ല. ഇതെന്താ പ്രശ്നം? നമ്മൾ പഠിക്കുന്ന കാലത്ത്
അല്ലേ? നമ്മുടെ കഴിവുകൾ ശരിയായ അർത്ഥത്തിൽ പ്രകടിപ്പിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവരണം. ഇതിനാണ് നമ്മൾ പാടുന്നതും പ്രസംഗിക്കുന്നതൊക്കെ. നമ്മൾ പാടുന്നതും പ്രസംഗിക്കുന്നതും നമുക്ക് നമ്മളെ സ്കില്ല് ശരിയായ അർത്ഥത്തിൽ വികസിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. അതിന് സ്കില്ല് നമുക്ക് ഉണ്ടാകണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു നല്ല വിവരം ഉണ്ടാകണം, നിങ്ങൾ ആരോ പറഞ്ഞു അല്ലേ? വിവരം ഇടുന്ന കിട്ടുക, അത് പാക്കറ്റിൽ കിട്ടുമോ വിവരം? പിന്നെ ഇടുന്ന കിട്ടുക വിവരം? ആ വൈറ്റമിൻ അല്ല, പ്ലീസ്. ആ പറഞ്ഞോളൂ പ്ലീസ്. ഷോ, എല്ലാ ധൈര്യവും പോയി. നിങ്ങൾ പറഞ്ഞോളേ, എവിടെ നിന്നാണ് വിവരം കിട്ടുക? ലുലുമാളിൽ കിട്ടുമോ? പിന്നെ എവിടെ നിന്ന് കിട്ടും? അധ്യാപകരിൽ നിന്ന് കിട്ടില്ലേ? ഉസ്താദുമാരിൽ നിന്ന് കിട്ടും. ആ പിന്നെ അനുഭവങ്ങളിലൂടെ വിവരം കിട്ടും. പിന്നെ പുസ്തകങ്ങളിലൂടെ, വായനകളിലൂടെ കിട്ടും. പിന്നെയോ യാത്രകളിലൂടെ ലഭ്യമാവും. നെക്സ്റ്റ്, എനിക്ക് തോന്നുന്നു ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് അധികം പറ്റാം. നിങ്ങളെല്ലാം ഉത്തരം പറയുന്നത് അടിപൊളിയാണ് നിങ്ങളെ. പിന്നെ പത്രങ്ങളിലൂടെ കിട്ടും. പിന്നെ ന്യൂസുകളിലൂടെ കിട്ടും. ഫോണുകളിലൂടെ കിട്ടും അല്ലേ? പിന്നെ ഇദ്ദേഹം എന്തോ പറയുന്നുണ്ടല്ലോ. നമ്മൾ സംസാരിക്കുന്ന പരസ്പര ആശയവിനിമയത്തിലൂടെ അല്ലേ? സാമൂഹ്യ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ അറിവുകളുണ്ട്. അപ്പോൾ അറിവ് കിട്ടാൻ കുറേ വഴികളുണ്ട്, വിജ്ഞാനം ലഭിക്കാൻ കുറേ വഴികളുണ്ട്. എന്നാൽ ഞാൻ ഒരു കുറച്ചുകൂടി വ്യക്തതയോടെ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയണേ. നിങ്ങൾക്ക് ഏത് വഴിയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം? ടീച്ചേഴ്സിലൂടെ, ഉസ്താദുമാരിലൂടെ ലഭിക്കുന്ന വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞാലോ യാത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ? ഇനി ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, ബാക്കി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾക്ക് എന്തായാലും ഉസ്താദിൻ്റെ മുന്നിലിരിക്കാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിലാണല്ലോ സ്വഹാബത്ത് ഇരുന്നത് അല്ലേ? അസ്ഹാബു സുഫ റളിയല്ലാഹു അൻഹും അവരിങ്ങനെ ഇരുന്ന് നബിതങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അവരെ ജീവിതത്തെ അവർ ശരിയായ അർത്ഥത്തിൽ ചിട്ടപ്പെടുത്തി. ഇതാണ് ശരിക്കും നമ്മുടെ ദർസ്, നമ്മുടെ കോളേജ്, നമ്മുടെ സിസ്റ്റം നടന്നാണ്. മുത്തുനബിതങ്ങളുടെ മുന്നിൽ സ്വഹാബത്തിരുന്നു. അതേ പവിത്രതയിൽ നമ്മൾ നമ്മുടെ ഉസ്താദിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് അല്ലേ? ഗുരുമുഖത്തിരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ ശരിയായ അർത്ഥത്തിൽ ഷെയ്പ്പ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യണം.